ഹലോ, എല്ലാവർക്കും ശ്രീ സ്റ്റാർസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിപ്പോൾ ചൂടുകാലമാണല്ലോ അല്ലേ. ചെറിയ രീതിയിൽ മഴയൊക്കെ ഇങ്ങനെ പെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ചൂടാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കും, എന്തെങ്കിലും തണുത്തതൊക്കെ ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ ഈ ചൂടുകാലത്ത് നമ്മൾക്കൊന്ന് കൂളാവാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങാ ജ്യൂസ് ഉണ്ടാക്കി നോക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മാങ്ങാ ജ്യൂസ് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് മാങ്ങാ ജ്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മാങ്ങ പറിക്കാൻ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പറമ്പിൽ അടുത്ത് ഒരു പാറയുണ്ട്. ആ പാറയുടെ ചുവട്ടിൽ അതിനോട് ചേർന്ന് തന്നെ ഒരു മാവ് നിൽപ്പുണ്ട്. ആ മാവിൽ നിന്ന് 2 മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കുന്നതാണ്. അപ്പം ആ പാറയിലോട്ട് പോകുന്ന രംഗമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പാറയുടെ അടുത്തെത്തി. ഇനി പാറ കയറാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ പാറയും മാവും. കഴിഞ്ഞ വർഷം എന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാവിൻ്റെ ഈ ശിഖരമാണെങ്കിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുമായിരുന്നു. കാരണം മാങ്ങയുടെ ആ കനം കൊണ്ട് ഇങ്ങനെ തൂങ്ങിയത്. പക്ഷെ ഇത്തവണ എന്ന് വെച്ചാൽ എല്ലാ തവണത്തെയും അപേക്ഷിച്ച് ഇത്തവണ വളരെ കുറവാണ് മാങ്ങ. കാരണം ഇതിൽ ഓരോന്ന് മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ. മാങ്ങ പഴുക്കാറാകുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഈ പാറയിൽ വന്നിരുന്നിട്ട് മാങ്ങാപ്പഴം കുലുക്കി ചാടിച്ച് ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട് കഴിക്കും കേട്ടോ. ഈ സമയത്തൊക്കെ മാങ്ങ പഴുക്കേണ്ട സമയമാണ് കേട്ടോ. പക്ഷേ ഇത്തവണ എന്താണെന്ന് അറിയത്തില്ല, മാങ്ങ ചെനയ്ക്കാൻ പോലും തുടങ്ങിയില്ല ഈ സമയത്ത്. കാരണം ഞങ്ങൾ വെക്കേഷൻ ആകാറാകുമ്പോൾ തൊട്ട് ഈ മാവിൻ്റെ ചോട്ടിലാണ് കൂടുതൽ സമയം. പിന്നെ ഞങ്ങൾ കയറി ചെന്നതേ ആണെങ്കിൽ മാങ്ങ പറിക്കാൻ തുടങ്ങി കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് മാങ്ങ അച്ചാർ ഇടാനുള്ള മാങ്ങയും വേണമായിരുന്നു. പിന്നെ നമ്മുടെ മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാനുള്ള മാങ്ങയും വേണമായിരുന്നല്ലോ. പിന്നെ എനിക്ക് മാങ്ങ ഇതുപോലെ ഇങ്ങനെ ശിഖരങ്ങളിങ്ങനെ തൂങ്ങി നിൽക്കുമ്പോഴത്തേക്കും ഏറ്റവും താഴെത്തട്ടിൽ നമുക്ക് കയ്യെത്തി പറിക്കാൻ പറ്റുന്ന മാങ്ങകൾ കാണുമ്പോൾ എനിക്ക് പഴുത്ത് കഴിയുമ്പോൾ അതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പറിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹം കേട്ടോ. പക്ഷേ അത് നടക്കാറില്ലെന്നുള്ളതാണ് സത്യം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാങ്ങ ചെനച്ച് തുടങ്ങുമ്പോൾ തൊട്ട് കുരങ്ങന്മാരും മലയണ്ണന്മാരും സാധാ അണ്ണന്മാരും കിളികളൊക്കെ ആണെങ്കിൽ ഈ താഴെ കിടക്കുന്ന ആ മാങ്ങ കൊത്തി തിന്നും. പിന്നെ ഞങ്ങൾ വന്ന് അത് കഴിക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഒറ്റ മാങ്ങ താഴെ കാണത്തില്ല. പിന്നെ ഞങ്ങൾ മുകളിലുള്ളതാണെങ്കിൽ കുലുക്കി ചാടിച്ചാണ് കഴിക്കാറുള്ളത്. പിന്നെ ഇത്തവണ ഉണ്ടായേക്കുന്ന മാങ്ങകൾ കൂടുതലും കേടുള്ളതാട്ടോ. അത് ഈ ഉണ്ണിമാങ്ങയായിരുന്നപ്പോൾ തൊട്ട് എല്ലാത്തിനും കേടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഉണ്ടായേക്കുന്ന മാങ്ങകളാണ്, ആ നിന്നുണ്ടായ മാങ്ങകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞങ്ങളിപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ പറിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ തുടങ്ങുകയാണ്. ഇത് കണ്ടോ, ഒരു ബക്കറ്റ് മാങ്ങ ഞങ്ങൾ പറിച്ചിട്ടുണ്ട്. ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതിൽ നിന്ന് നമ്മുടെ മാങ്ങാ ജ്യൂസിനുള്ള മാങ്ങ എടുക്കണം. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. ഞാനാണെങ്കിൽ മൊത്തം 8 മാങ്ങ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മാങ്ങ എടുക്കാം കേട്ടോ. എത്ര പേർക്ക് നമുക്ക് ഈ മാങ്ങാ ജ്യൂസ് ഉണ്ടാക്കുന്നു എന്നതിന് അനുസരിച്ച് നമുക്ക് മാങ്ങ എടുക്കാവുന്നതാണ് കേട്ടോ. ശരിക്കും ഞാൻ 8 എണ്ണം എടുത്തു. പക്ഷെ ഞാൻ 4 എണ്ണമാണ് എടുത്തിട്ടുള്ളൂ മാങ്ങാ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനത് അപ്പോൾ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പാകത്തിന് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനിത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് മിക്സിയുടെ ജാറിലേക്ക് ഡയറക്റ്റ് അരിഞ്ഞ് വെച്ച കഷ്ണങ്ങൾ ഇടുകയല്ല ചെയ്യേണ്ടത്. ആദ്യം ജാറിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടതിന് ശേഷം ആ അരിഞ്ഞ് വെച്ച കഷ്ണങ്ങൾ ഇടുക. അപ്പോൾ ആണെങ്കിൽ ഈ പഞ്ചസാരയും ഈ കഷ്ണങ്ങളെല്ലാം കൂടി മിക്സിയിൽ അരച്ചെടുക്കുമ്പോഴത്തേക്ക് അതെല്ലാം കൂടി ഒരു മിക്സായിട്ടൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ ഈ കഷ്ണങ്ങൾ അടിച്ചെടുത്തതിന് ശേഷം ചേർത്താലും മതി പഞ്ചസാര. പക്ഷേ അതിനേക്കാളും ബെറ്റർ നമ്മൾ ആദ്യം ചെയ്ത രീതി തന്നെയാണ്. പഞ്ചസാര ഇട്ട് അതിനോടൊപ്പം തന്നെയാണെങ്കിൽ ഈ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ മാങ്ങ കഷ്ണങ്ങളെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. അരിക്കാനായിട്ട് ഞാനിതൊരു അരിപ്പയിലോട്ട് മാറ്റുകയാണ് കേട്ടോ. നമുക്കിതിനി അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്കിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാങ്ങാ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ മാങ്ങാ ജ്യൂസ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? നല്ല പച്ച കളറൊക്കെ ഇല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് മാങ്ങാ ജ്യൂസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.